കേരളത്തിൽ നിലവിലുള്ളത് കോമാലി സഖ്യമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. ബി.ജെ.പി. ജയിക്കാൻ പാടില്ലെന്ന ഡീലിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് കോൺഗ്രസ് മാർക്സിസ്റ്റ് ലീഗ് സഖ്യമെന്നും എം.ടി. രമേശ് പറഞ്ഞു. ബി.ജെ.പി. ജില്ലാ ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു എം.ടി. രമേശ്. കേരളത്തിൽ ഇന്ത്യ മുന്നണി നിലവിലുണ്ടോ എന്നും അതിന്റെ നേതാവ് പിണറായിയാണോ വി.ഡി. സതീശനാണോ എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്നും രമേശ് ആവശ്യപ്പെട്ടു. കേരളത്തിൽ ബി.ജെ.പിക്ക് സ്വാധീനമുള്ള നിയോജകമണ്ഡലങ്ങളിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ വോട്ട് മറിക്കുകയാണ്. ഒരു കാരണവശാലും ബി.ജെ.പി. ജയിക്കരുതെന്ന ഡീലാണ് ഇതിന് പിന്നിൽ. ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി CPM-ഉം കോൺഗ്രസും ലീഗും ചേർന്നുകൊണ്ട് ഒരു അവിശുദ്ധ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. CPM-ഉം കോൺഗ്രസും ലീഗും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഈ അവിശുദ്ധ ബാന്ധവത്തെ മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നുകൊണ്ട് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. കേരളത്തിൽ ഇന്ത്യ സഖ്യം നിലവിലുണ്ടോ എന്ന് ശ്രീ രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്ന് ബി.ജെ.പി. ആവശ്യപ്പെടുകയാണ്. ആരാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കണം. പിണറായി വിജയനാണോ വി.ഡി. സതീശനാണോ കേരളത്തിലെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവെന്ന് വിശദീകരിക്കാനുള്ള വ്യക്തമാക്കാനുള്ള ബാധ്യത രാഹുൽ ഗാന്ധിക്കുണ്ട്. പരസ്പരം മത്സരിക്കുന്ന പ്രതീതി ഉണ്ടാക്കി ബി.ജെ.പി. വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തു കൊടുത്ത് വോട്ട് പറിക്കുന്ന അങ്ങേയറ്റം വില കുറഞ്ഞ രാഷ്ട്രീയത്തിനാണ് CPM-ഉം കോൺഗ്രസും തയ്യാറായിട്ടുള്ളത്. കേരളത്തിൽ പ്രതിപക്ഷ നേതാവും പിണറായി വിജയനും തമ്മിൽ ഒരു ഡീലുണ്ട്. ഡീല് പിണറായി വിജയനും വി.ഡി. സതീശനും തമ്മിലാണ്. അത് ബി.ജെ.പി. ജയിക്കാൻ പാടില്ല എന്നുള്ളതാണ്. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അടുത്ത ഘട്ടമായി ഞായറാഴ്ച പ്രധാനമന്ത്രി കേരളത്തിലെത്തും. ഉച്ചയ്ക്ക് 2-ന് പാലക്കാട് നടക്കുന്ന പൊതുസമ്മേളനത്തിലും 4 മണിക്ക് തൃശൂർ സ്വരാജ് റൗണ്ടിൽ നടത്തുന്ന റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ജില്ലയിലെ 13 നിയോജകമണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഉൾപ്പെടെ 1,00,000-ഓളം പേർ സ്വരാജ് റൗണ്ടിൽ പ്രധാനമന്ത്രി നയിക്കുന്ന റോഡ് ഷോയിൽ ഭാഗഭാക്കാകുമെന്നും എം.ടി. രമേശ് പറഞ്ഞു. TCV തൃശൂർ.